അയ്യോ! ഞാൻ ആഗ്രഹിച്ച മുതൽ എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് പറയണേ ഞാൻ എന്താണ് ആഗ്രഹിച്ചത്, എന്താണ് ഞാൻ ഇത്രയും സന്തോഷത്തിൽ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മുഖത്തുള്ള ആ സന്തോഷം നിങ്ങൾ കണ്ടോ? അത് റിയൽ ആയിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സന്തോഷമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ സന്തോഷം എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്ന ആളോട് ഒരുപാട് 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 സ്നേഹം. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയ്ക്ക് സ്നേഹം. അതായത് നമ്മളുടെ റിഫ വേൾഡിലെ റിഫയോടാണ് ഞാൻ ഈ സ്നേഹം മൊത്തം പറയുന്നത്. അവൾ എനിക്ക് വേണ്ടി അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണ് ഓണത്തിന്. അപ്പം അവൾ എന്നോട് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചു തരുമെന്ന്. അത് ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, വളരെയധികം സന്തോഷം. ഞാൻ ഇതുപോലെ ഒറിജിനൽ നാടൻ കോഴിക്ക് വേണ്ടി, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരുപാടിടത്ത് അതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോരുത്തരും എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇട്ട് തന്നെ അതിവിദഗ്ധമായി പറ്റിച്ച ആൾക്കാർ വരെയൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ മുമ്പിൽ അത് ഞാൻ കാശിനായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചത്. പക്ഷേ ഈ കാശിന് പോലും തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലേക്ക് എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ കൊച്ചെനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവളാണ് ഇതിൻ്റെ എന്താ പറയുന്നത് ഡെലിവറി ചാർജ് പോലും അവൾ എന്നോട് പറഞ്ഞില്ല, മേടിക്കത്തില്ല. അങ്ങനെ ഒരു സാധനം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര പറഞ്ഞാലും മതിയാവാത്തത്രയും അധികം സന്തോഷം. ഇവിടെ നല്ല നാടൻ കോഴിക്കുഞ്ഞും ഒരമ്മയും, അതായത് 5 മക്കളും ഒരമ്മയും കൂടാണ് അവൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്താ പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷമാണിത്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, പിന്നെ 5 കോഴിക്കുഞ്ഞിനെ ഒരു കോഴിയെ കിട്ടിയതിനാണോ സന്തോഷം? അതൊക്കെ എന്താ പറയുക, ജീവജാലങ്ങളെ സ്നേഹിക്കുന്നവർക്കേ അത് പറഞ്ഞ് എന്താ പറയുക അറിയിക്കാത്ത വിധത്തിലുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഇവർക്ക് നമ്മൾ ഇനിയും കൊടുക്കുന്നത് നമ്മൾ ഇവർക്ക് വാക്സിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു തന്നിരുന്നു, ചേച്ചി ഇവർക്ക് കൊടുക്കുന്ന വാക്സിനൊക്കെ ചേച്ചിക്ക് വീഡിയോ ആയിട്ട് ചെയ്യുക, അതിൻ്റെയൊക്കെ അതേപ്പറ്റിയൊന്നും എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല കേട്ടോ. ഈ റിഫ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ അവരുടെ ഫാമിലിയെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. റിഫ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. വീഡിയോക്ക് ഇഷ്ടമുള്ളവർ, ഫാമിംഗ് വീഡിയോ ഇഷ്ടമുള്ളവർ അത് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് അവൾ അയച്ചു തന്നതാണ്, എൻ്റെ അനിയത്തിക്കുട്ടിയാണ്, അവൾ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാ വീഡിയോസുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാകും. കാരണം ഞാൻ ഒരുപാടിടത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് എനിക്ക് കിട്ടിയതാണ് ഇവരെ. ഞാൻ ഇവർക്ക് ഇച്ചിരി തിളപ്പിച്ചാറിച്ച വെള്ളം, ഇച്ചിരി പനിക്കൂർക്കയൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇച്ചിരി പൊടിയരി നമ്മുടെ ഇവിടെ എങ്ങും കിട്ടാനില്ലെന്നേ അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അതിവിടെ എങ്ങും കിട്ടുന്നില്ല. അതിൻ്റെ ഈ പ്രായത്തിനേക്കാളും തൊട്ട് മുകളിലുള്ള തീറ്റയാണ് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത്. അപ്പം ഈ പൊടിയരി ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നമ്മുടെ ഈ 5 മക്കളുടെ വിശേഷം ഇനി എന്നും നമ്മുടെ ചാനലിൽ കാണും. അപ്പം നിങ്ങൾ, അതായത് ഇവർക്ക് വാക്സിൻ കൊടുക്കുന്നതും ഒക്കെ അതൊരു വീഡിയോ ആക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മക്കോഴി നല്ല ഉഷാറാണ്, മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു അമ്മക്കോഴിയാണ്. അന്നേരം തൊട്ട് അവരിവിടെ ആനകളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പം ഇതുപോലുള്ള വീഡിയോസുകളും ഇവരുടെ വിശേഷങ്ങളും നമ്മൾ കൂടുതൽ ഫാമിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് എൻ്റെ ഒരു സന്തോഷം. ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. എൻ്റെ സന്തോഷം നിങ്ങളോട് അവിടെ പങ്കുവെക്കുന്നു. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, അത് നിങ്ങളെ കൂടെ കാണിക്കുന്ന അത്രയേ ഉള്ളതാ. നല്ല ഉഷാറായിട്ട് നിൽക്കുക. അവിടെ നിന്ന് നമ്മുടെ റോസി പട്ടിക്കുട്ടി കുരയ്ക്കുന്നുണ്ട്. അതിനാണ് അവളിങ്ങനെ ജാഗ്രതയോടെ നിന്ന് നോക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും കൂടൊക്കെ ഞാൻ എല്ലാം കെട്ടി അടച്ച്, വലിയ തണുപ്പൊന്നും കയറാത്ത രീതിയിലൊക്കെ അടച്ച്, വെള്ളം കാഷ്ടവും വെള്ളവും ഒന്നും കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ളൊരു കൂടാണ്. അവർ സേഫാണ് ഇവിടെ. റിഫമോളെ ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം. അപ്പം നമ്മുടെ ചാനൽ കണ്ടേ ഇരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.